നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് നമ്മുടെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് രീതിയിൽ ഓർമ്മയുണ്ടാവും അല്ലെ? നമ്മൾ ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ശരി, നമ്മൾ ഇന്ന് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാം അല്ലെ? ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗ്രാഫ് എന്തിന്റെയാണ്? അതായത് ടെമ്പറേച്ചറിന്റെയും പ്രഷറിന്റെയും ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് കാണുന്നത്. ഇതിൽ മറ്റൊരു നീല ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ കാണുന്നു. ഇതെന്താണ്? ഇത് -273 ഡിഗ്രി സെൽഷ്യസ്, അതായത് കെൽവിൻ സ്കെയിലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കെൽവിൻ സ്കെയിലുമായിട്ട് നമ്മൾ അതിന്റെ രണ്ട് ആക്സിസ് കണ്ടു, എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസില് ടെമ്പറേച്ചറും വൈ ആക്സിസില് പ്രഷറുമാണ്. ഇതിലുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ശരി, the above graph shows the volume and pressure of the gases are zero അല്ലെ? നമ്മളത് കണ്ടു അല്ലെ? അതായത് ഈ പ്രഷർ അല്ലെങ്കിൽ വോളിയം, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, എന്തായാലും ഈ എക്സിന്റെയും വൈയുടെയും ഇനീഷ്യൽ പോയിന്റ് 0 ആയിരിക്കുമല്ലോ അല്ലെ? നമ്മളത് കണ്ടു അല്ലെ? അതാണ് ഇവിടെ പറഞ്ഞതിന് ചുരുക്കം. This resulted into introduction of a new scale of temperature called absolute Kelvin or thermodynamic scale of temperature. എന്താണ് ഇപ്പം പറഞ്ഞതിന്റെ അർത്ഥം? ഇത് resulted into introduction of a new scale temperature. പുതിയ സ്കെയിലാണ് പറഞ്ഞിരുന്നത്. അതാണ് അബ്സല്യൂട്ട് കെൽവിൻ. അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച സംഭവം തന്നെയാണ്. The scale of temperature with -273.16 degrees Celsius, okay, as the zero and whose size of the degree is same as the centigrade scale is called absolute scale of temperature. ഇത് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ താഴത്തെ ഒരു ഗ്രാഫ്. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അതായത് വെള്ളത്തിന്റെ തിളനില എന്താണ്? അത് 100 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അത് നമ്മൾ കെൽവിനിലേക്ക് വരുമ്പോൾ 373 കെൽവിനായിരിക്കും. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, അതായത് വാട്ടർ എന്ത് ചെയ്യുന്നു? ഐസായിട്ട് തീരുന്നു. അത് 0 ഡിഗ്രിയിലാണ്. അത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നു 273 കെൽവിൻ. അപ്പോൾ ഏകദേശം 100 വ്യത്യാസം വരുന്നു അല്ലെ? ശരി, ഇനി ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതായത് ഐസ് നമ്മൾ കണ്ടിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണാത്തൊരു സംഭവമാണ് ഇനി പഠിക്കാൻ ഇനി കാണുന്നത്. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ ഏറ്റവും തണുപ്പ്. അതെന്താണ്? അത് -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അത് നമ്മുടെ കെൽവിൻ സ്കെയിലേക്ക് വരുമ്പോഴേക്കും അത് 0 കെൽവിൻ ആയിരിക്കും. അപ്പം ഒന്ന് സെന്റിഗ്രേഡ് സ്കെയിലും മറ്റൊന്ന് കെൽവിൻ സ്കെയിലുമാണ്. ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും. ഈ ഫിഗറിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. ഫിഗർ 6 ഇടത് ഭാഗത്ത് കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സെന്റിഗ്രേഡ് സൈഡ്. അവിടെ എന്താണ്? അവിടെ എല്ലാം ഡിഗ്രി സെൽഷ്യസ് ആണ്. വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി, ഐസ് ആകാൻ 0 ഡിഗ്രി. അബ്സല്യൂട്ട് സീറോയിൽ വരുമ്പോൾ -273 എന്ന് പറഞ്ഞാൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ തണുപ്പിന്റെ ഏറ്റവും ഊർജ്ജാവസ്ഥയിലുള്ളതാണ് -273 ഡിഗ്രി. പക്ഷെ അത് കെൽവിൻ സ്കെയിലേക്ക് വരുമ്പോൾ ഈ -273 അതിന് ഈക്വൽ ആയിട്ടുള്ളതാണ് 0 കെൽവിൻ. ആ സമയത്ത് നമ്മൾ ഇത് പറയുന്ന വെള്ളമൊക്കെ തിളയ്ക്കുമ്പോൾ 373 കെൽവിനായിരുന്നു. ഓക്കെ, ഇതാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മളതിന്റെ സ്കെയിലിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഒന്ന് ടെമ്പറേച്ചറും മറ്റേ സൈഡില് വൈ ആക്സിസിലെ പ്രഷറും അതുപോലെ തന്നെ വോളിയം ഓഫ് എ ഗ്യാസ്, ഇത് മൂന്നും കൂടെ എടുത്തു. അത് രണ്ടും കൂടെ എടുത്തു അല്ലെ? ആ സമയത്താണ് നമ്മൾ ഇത് കണ്ടത് അല്ലെ? അപ്പം വോളിയം ആൻഡ് പ്രഷർ നമ്മൾ കണ്ടു അല്ലെ? -273.16 ഡിഗ്രി സെൽഷ്യസ്
The lowest theoretical temperature at which essential properties of the gas are zero. എന്താണ് -273 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും തിയറിറ്റിക്കൽ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും താഴെയുള്ള ടെമ്പറേച്ചർ. അത് ടെമ്പറേച്ചർ ആണ് അല്ലെ. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ളതാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന -273 അല്ലെ. ഈവൻ ബിഫോർ ദി അറ്റൈനിങ് ദിസ് ടെമ്പറേച്ചർ a gas transformed into liquid. Okay. അബ്സല്യൂട്ട് സീറോയെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. ശരി, നമ്മൾ ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരാം. ഇത് നമ്മൾ കോൾഡും ഹോട്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സംഭവം തന്നെയായിരുന്നു. ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ശരി, ഇനി നമുക്ക് മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കേണ്ടത്. മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുകുന്നു അല്ലെ. ഈ ഐസ് ഉരുകുന്നു അല്ലെ. ദ മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഫ്രം ദ സോളിഡ് ടു ലിക്വിഡ്. അതായത് എന്താണ്? ചേഞ്ച് ഫ്രം സോളിഡ് ടു ലിക്വിഡ്. സോളിഡ് അതായത് ഖരാവസ്ഥയിൽ നിന്നും ലിക്വിഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. കാര്യങ്ങൾ വ്യക്തമാണ്. ശരി, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് any solid melt into liquid or liquid freezing to solid is called the melting point of the substance. ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറാൻ പോകുന്ന ആ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അവിടെയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കാം. The specific temperature when melting occurs. Each pure substance has specific melting point. ഓരോന്നിനും ഓരോ മെൽറ്റിംഗ് പോയിന്റുകളുണ്ട്. ഓക്കെ, ഈ MP എന്ന് കാണുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അതായത് ഐസ് ഉരുകുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഫാരൻഹീറ്റിലേക്ക് വരുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെ, അതായത് ഐസ് ഉരുകുന്ന 0 ഡിഗ്രിയിലായിരിക്കും. അത് നമ്മൾ ഫാരൻഹീറ്റിലേക്ക് വരുമ്പോൾ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും ഈ 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിന്റെ തുടക്കം 32 ഡിഗ്രിയിലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നൈട്രജനും സിൽവറും കാർബണിന്റെയും കാര്യങ്ങൾ ആ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശരി, സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത് കേട്ടോ. സോളിഡും ലിക്വിഡും തമ്മിലുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്താണ് നോക്കിയ ആ സോളിഡില് ഈ പാർട്ടിക്കിൾസ് എല്ലാം അല്ലെങ്കിൽ മോളിക്യൂൾസും എല്ലാം കറക്റ്റ് അറേഞ്ച്മെന്റ് ആയിരിക്കും. ലിക്വിഡ് നോക്കിയോ, അതെങ്ങനെയാണ്? ഇതെല്ലാം ഒരു ഡിസോർഡർ ആയിട്ടാണ് ഉണ്ടാകുക. അതും കാര്യങ്ങൾ കറക്റ്റ് ആണ് അല്ലെ. ദി പാർട്ടിക്കിൾ of a solid vibrates so fast that they break free from their fixed position. എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കും ലിക്വിഡ് അല്ലെ. ശരി, ഇതിനെ കുറിച്ചുള്ള ഒരു ഗ്രാഫാണ് ഇനി കാണുന്നത്. ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്. ഒരു സൈഡില് അല്ലെങ്കിൽ y ആക്സിസിലെ ടെമ്പറേച്ചറും x ആക്സിസിലെ ടൈമുമാണ്. അങ്ങനെ വരുമ്പോൾ ഇതെന്താണ്? ഈ ടെമ്പറേച്ചർ നമ്മൾ കാണാം. എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ? എന്താണ് ഇത്? നമ്മൾ വാട്ടറിനെ കുറിച്ചാണ്. വാട്ടറിനെ കുറിച്ചാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് 0-ലാണ് കാണുക. ഓക്കെ, ഓരോ സബ്സ്റ്റൻസിനും അതനുസരിച്ചുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കുക, ഇവിടെ 100 ബോയിലിംഗ് പോയിന്റ് വാട്ടറിന്റെ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ടർ അല്ലെങ്കിൽ H2O എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് 0. അതാണ് നമുക്ക് ഈ ഡയറക്ഷനിലൂടെ കാണാൻ പറ്റും. ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ അത് കറക്റ്റ് ആണ്. ആ ബോയിൽ ചെയ്യുമ്പോൾ 100 ഡിഗ്രി. അതാണ് ഇപ്പൊ ഇവിടെ ഈ ഫിഗറിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കാണുന്നത്. ഓക്കെ, ശരി, ഡിഫറൻസ് ടെമ്പറേച്ചർ സ്കെയിൽ, വ്യത്യസ്തമായിരിക്കുന്ന ടെമ്പറേച്ചർ സ്കെയിലുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദീസ് ടു ഫിക്സഡ് പോയിന്റ് ഓൺ ഡിഫറെന്റ് ടെമ്പറേച്ചർ എന്തൊക്കെയാണ്? സെന്റിഗ്രേഡ്, ഫാരൻഹീറ്റ്,
കെൽവിൻ, അതുപോലെ റൂമർ. സെന്റിഗ്രേഡ് ആകുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് പറയും, ഫാരൻഹീറ്റ് ആണെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് പറയും, കെൽവിൻ ആണെങ്കിൽ അതിന് ഓരോന്നും കൊടുക്കും അല്ലെ. അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് ഇവിടെ എല്ലാം കാണുന്നത് വെള്ളത്തിന്റെ കാര്യമാണ് പറയുന്നത്. മറ്റൊന്ന് ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അതെങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടു ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എനർജിയുടെ ഫോമാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു വസ്തുവിന്റെ ഹോട്ട് അല്ലെങ്കിൽ കോൾഡിന്റെ അതിന്റെ ഡിഗ്രി, അതിന്റെ ലെവലാണ് കാണിക്കുന്നത്. ശരി, അതിന്റെ ഒരു റിലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്, ഒരു ഇക്വേഷൻ. നമുക്ക് എങ്ങനെയാണ് ഒരു ഫാരൻഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനും ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാനും കെൽവിനിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. കൂടുതലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയം ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ നിന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് 0 ഡിഗ്രി ഉള്ള ഫാരൻഹീറ്റിൽ നമുക്ക് മാറ്റാൻ എങ്ങനെ പറ്റും? F-32/180 C/100. ഓക്കെ, നമ്മൾ അതാ കണ്ടത്. ശരി, ഇനി നമ്മൾ കാണുന്ന ഇതെങ്ങനെയാണ് ഈ 32 നമ്മൾ പറഞ്ഞല്ലോ, ഒരു 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതെങ്ങനെയാണ് കിട്ടുന്നതാണ് അതിന്റെ ഒരു ഇക്വേഷൻ ആണ് കാണുന്നത്. F-32/180 C/100 ആണ്. അപ്പോൾ ആ സമയത്ത് ഇതെടുത്തു F-32 C/100 × 180. കറക്റ്റ് ആയിട്ട് കാണുന്നത്. വീണ്ടും നമ്മൾ F-32 എടുത്തു, അതാകുമ്പോൾ 0/100 × 180. അപ്പം 0/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഇനി ആ എഫിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ F = 0 + 32. 32 കിട്ടിയത് എങ്ങനെയാണുണ്ടോ അതാണ് 0 ഡിഗ്രി = 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഇനി അതിന്റെ കൺവേർഷൻ പറയാണ്. ഇനി -40 ഡിഗ്രി ആണെങ്കിൽ അതെന്താണെന്ന് ഇവിടെ പറയുന്നു. -40 ഡിഗ്രി ആണെങ്കിൽ അത് രണ്ടും ഏകദേശം സെയിം ആണ്. -40 ഡിഗ്രി സെൽഷ്യസ് = -40 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ അത് രണ്ടും കറക്റ്റ് ആയിരിക്കും. അതിന്റെ 2 എക്സാമ്പിൾ ആണ് നിങ്ങളോട് കൊടുത്തത്. നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് കാണാം. അപ്പൊ അതിന്റെ പല രീതിയിലുള്ള കൺവേർഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ശരി, ഇനി നമുക്ക് എന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരാം. ഹീറ്റ് എന്താണ്, ടെമ്പറേച്ചർ എന്താണ്, ഇതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ ആണ് കാണുന്നത്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടെൽസ് ദി സ്റ്റേറ്റ് ഓഫ് ഹീറ്റ്. ഹീറ്റ് അല്ലെങ്കിൽ ഈ ചൂട് പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് ടെമ്പറേച്ചർ അല്ലെ. മറ്റത് എനർജി, ഇത് അതിന്റെ പ്രസ്താവന പറയുന്നു. ഹീറ്റ് കലോറിയിൽ പറയും, അതിന്റെ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് ഡിഗ്രിയിൽ പറയും. മൂന്നാമത്തെ പോയിന്റ്, ഹീറ്റ് ഈസ് മെഷേർഡ് ബൈ കലോറിമീറ്റർ. കലോറിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഹീറ്റ് മെഷർ ചെയ്യുന്നത്. എന്നാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ വെച്ചിട്ടാണ്. നാലാമത്തെ പോയിന്റ്, ബൈ ആഡിങ് ക്വാളിറ്റി ഓഫ് ഹീറ്റ് ഓഫ് 2 സബ്സ്റ്റൻസ് their total heat can be calculated. നമുക്ക് ടോട്ടൽ ഹീറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബൈ ആഡിങ് 2 ടെമ്പറേച്ചർ we cannot find the temperature of the mixer. അതായത് നമ്മളൊരു മിക്സർ ആണ് അങ്ങോട്ട് ഇടുന്നതെങ്കിൽ, മിശ്രിതമാണ് അങ്ങോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും ടെമ്പറേച്ചർ. ബൈ ഹീറ്റിംഗ് സബ്സ്റ്റൻസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻക്രീസ്ഡ് റിഗാർഡ്ലെസ് ഓഫ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിന് നേരെ വിരുദ്ധമായിട്ട് നമ്മൾ ടെമ്പറേച്ചറിലാണെങ്കിൽ കാണാൻ പറ്റുന്നത് 2 സബ്സ്റ്റൻസ് മേ റീഡ് സെയിം ടെമ്പറേച്ചർ, so they might be having different amount of the heat in them. നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എനർജിയുടെ ഫോമാണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ ഹീറ്റിന്റെ അവസ്ഥ പറയുന്നു.
ഹീറ്റ് നമുക്ക് കലോറി കൊണ്ട് അളക്കാം, ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ ഡിഗ്രി കൊണ്ട് അളക്കാം. അതിന്റെ യൂണിറ്റാണ് പറയുന്നത്. ഇനി കലോറിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീറ്റ് അത് പറയാം. ശരി, ഈ കാര്യങ്ങൾ നിങ്ങളത് ഓർമ്മയിൽ വെക്കുക. ഈ ഭാഗങ്ങൾ നോട്ട് കംപ്ലീറ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.